ഇന്ത്യൻ ജനതയുടെ ആവേശമായ ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധിക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് മലയാളക്കരയുടെ മാനസപുത്രി രാഹുൽജിയുടെ പ്രിയ സഹോദരി പ്രിയങ്ക ഗാന്ധി വണ്ടൂരിന്റെ മണ്ണിൽ 10,000ങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ആരാധ്യനായ അമരക്കാരൻ പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങളോടും വണ്ടൂരിന്റെ പ്രിയപ്പെട്ട വികസന നായകൻ AP അനിൽകുമാറിനോടും ഒപ്പം ഇതാ കടന്നു വരികയായി. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൊട്ടിക്കലാശത്തിന് തടിച്ചുകൂടിയ 10,000ങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വൻ ഭൂരിപക്ഷത്തിന് രാഹുൽജിയെ ഞങ്ങൾ വിജയിപ്പിച്ചയക്കുമെന്ന് ഉച്ചൈസ്തരം വിളിച്ചോതിക്കൊണ്ടാണ് പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ എതിരേറ്റത്. വണ്ടൂർ ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആവേശത്തിരകൾ ആഞ്ഞടിക്കുന്ന മഹാസാഗരമായി മാറിയ ജനക്കൂട്ടത്തെ പ്രിയങ്ക ഗാന്ധി തന്റെ മുത്തശ്ശി ഭാരതത്തിന്റെ ഉരുക്കു വനിത ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അനുസ്മരിപ്പിക്കും വിധം നരേന്ദ്രമോദിയെയും കേരളത്തിലെ ഇടതു സർക്കാരിനെയും നിശിതമായി വിമർശിച്ച് കത്തിക്കയറി തന്റെ സഹോദരനെ നെഞ്ചേറ്റിയ വയനാട്ടിലെ ജനങ്ങളോട് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട്. My dearest sisters and brothers, thank you for waiting for me for so long. We are running very late today because all on the way there were lots of people, and at exactly 4:45 according to the election commission I have to be out of here, so I will not make a very long speech, but I will say a few words to you. എന്റെ പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എന്നെ കേൾക്കാൻ ഇവിടെ വന്നതിന് വളരെയധികം നന്ദി. വഴിയിൽ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് ലേറ്റ് ആയിപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് 4:45 എനിക്ക് ഇവിടെ നിന്ന് പോകണം. അതുകൊണ്ട് ഞാൻ വലിയൊരു സംഭാഷണമില്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. So my brother Rahul is your MP. സഹോദരൻ രാഹുൽ നിങ്ങളുടെ MP ആണ്. You love him? നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലേ? He loves you very much too. അദ്ദേഹം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. In his 5 years as MP, he has tried at every occasion to raise your issues in Parliament, to fight for your issues, and to do whatever he can do to make your lives better. കഴിഞ്ഞ 5 വർഷങ്ങൾ MP എന്ന നിലയിൽ, നിങ്ങളുടെ MP എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും, നിങ്ങളുടെ പ്രശ്നങ്ങളും പാർലമെന്റിൽ ഉയർത്താനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി തങ്ങളാവുന്ന വിധം പ്രവർത്തിക്കാനും കഴിഞ്ഞ 5 വർഷങ്ങൾ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. In all of Kerala, of all the MPs, he is one of the ones who has spent the most of his MP fund on his constituency. അദ്ദേഹത്തിന് ലഭിച്ച MP ഫണ്ടിൽ തന്റെ നിയോജക മണ്ഡലത്തിന് വേണ്ടി, വയനാടിന് വേണ്ടി ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച MP-മാരിലാണ് അദ്ദേഹം. He has had houses made for the poor and needy, smart Anganwadis created, 131 projects out of his MP fund. ഈ മണ്ഡലത്തിൽ ആവശ്യമുള്ളവർക്ക് അദ്ദേഹം 54ഓളം വീടുകൾ നൽകി, 131 പദ്ധതികൾ ആരംഭിച്ചു. അതുപോലെ തന്നെ ഈ നിയോജക മണ്ഡലത്തിൽ 10 സ്മാർട്ട് അംഗൻവാടികളും അദ്ദേഹം ആരംഭിച്ചു. He has had drinking water provided for tribal colonies, dialysis machines, ambulances, school buses and libraries. ആദിവാസി കോളനികളിൽ കുടിവെള്ള പദ്ധതികൾ, ഡയാലിസിസ് മെഷീൻ, ആംബുലൻസസ്, അതുപോലെ സ്കൂൾ ബസ്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പദ്ധതികളുടെ ഭാഗമായിട്ട് ഇവിടെ നടപ്പിലാക്കി. He stood with
agitated about the issue of the night traffic ban, and when the demarcation of the buffer zone was done, he forced the government to do it in such a way that your livelihoods were safeguarded. രാത്രികാല നിരോധന നിയമം നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയപ്പോൾ അതുപോലെ അദ്ദേഹം നിങ്ങളുടെ സഹോദരനാണ്. നിങ്ങൾക്ക് വേണ്ടി Sisters and brothers, you know what the situation in the country is today. Today you face immense problems. Unemployment is highest in Kerala. Even though you are one of the most highly educated states in the country. You work hard, you educate your children. You have institutions in your state which were built by previous Congress governments to educate your children and to give them a strong future. But there are no jobs available for them. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നു നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി. മുൻ കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്ത് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കാൻ ഈ സംസ്ഥാനത്ത് ജോലി വേണ്ടുന്ന വിധത്തിലില്ല. Today prices have risen so high, whether it is petrol, diesel, oil, food items, anything, even items that you need to till your land or to make your daily life possible. Everything has become so expensive. ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെട്രോൾ ആവട്ടെ, ഡീസൽ ആവട്ടെ, എണ്ണയാവട്ടെ, ഭക്ഷ്യവസ്തുക്കളാവട്ടെ, അതുപോലെ കർഷകർക്ക് ഭൂമിയിൽ ഉപയോഗിക്കേണ്ട വസ്തുക്കളാവട്ടെ, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട വസ്തുക്കളാവട്ടെ, എല്ലാത്തിനും വില അതിക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. No matter how many members of a family are earning, it is still not enough to fulfill your life's needs. ഒരു കുടുംബത്തിലെ എത്ര പേര് ജോലി ചെയ്താലും എത്ര പേർക്ക് വരുമാനം ഉണ്ടായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിതത്തിലെ നിങ്ങളുടെ കാര്യങ്ങളുമായി മുൻപോട്ട് പോകുക ഒട്ടും എളുപ്പമല്ല. We still need more health services, more schemes to make women stronger, to protect women, to allow them to stand up on their own feet so that they can build their own futures. We need schemes to help farmers to earn properly from their land, and we need schemes to protect labor in urban areas, to help everybody to prosper in a happy and united way. നമ്മൾക്ക് ധാരാളം പദ്ധതികൾ ആവശ്യമുണ്ട്, ധാരാളം ആരോഗ്യ പദ്ധതികൾ ആവശ്യമുണ്ട്, സ്ത്രീകളെ അവരുടെ സ്വയം കാലിൽ നിൽക്കാൻ പര്യാപ്തമായ പദ്ധതികൾ നമുക്ക് ആവശ്യമുണ്ട്, രാജ്യത്തെ കർഷകർക്ക് വേണ്ടി നമുക്ക് പദ്ധതികൾ ആവശ്യമുണ്ട്, രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി നമുക്ക് പദ്ധതികൾ ആവശ്യമുണ്ട്, അതുപോലെ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും തൊഴിലുറപ്പാൻ ആവശ്യമായ പദ്ധതികൾ നമുക്ക് വേണം. And this is the biggest election in the whole world. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ്. We are the largest democracy in the world. ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. And we are all clapping because we are proud of this democracy. നമ്മൾ എല്ലാവരും എന്തുകൊണ്ടാണ് കൈയടിക്കുന്നത്? ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ മേൽ നമുക്ക് അഭിമാനമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കൈയടിക്കുന്നത്. And yet at every step of his 10-year-old government, Prime Minister Narendra Modi has done all he could to weaken democracy in India. പക്ഷെ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഇങ്ങനെ കൈയടിക്കുമ്പോൾ 10 വർഷത്തെ തന്റെ ഭരണത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലമാക്കാൻ തനിക്കാവുന്നതെല്ലാം ഈ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. He has attacked the opposition, attacked opposition leaders, put chief ministers in jail. He has raided, put all his agencies, put corruption cases against everyone who has stood up against him. അദ്ദേഹം പ്രതിപക്ഷത്തെ ആക്രമിക്കുകയാണ്, പ്രതിപക്ഷത്തെ നേതാക്കളെ ജയിലിലിടുകയാണ്, ഏജൻസികളെ അവരെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്, രാജ്യത്തെ മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിടുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. He has bullied the judiciary and he has brought the media down on its knees by making it owned by his own big businessman friends, so that the media's independence has been lost. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ ജുഡീഷ്യറി അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ അദ്ദേഹം മുട്ടുകാലം നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഈ മാധ്യമങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ വ്യവസായികൾക്ക് അതിന്റെ മാധ്യമങ്ങളുടെ മുഴുവൻ ഉടമസ്ഥാവകാശം അദ്ദേഹം നൽകി. Because you are my sisters and brothers who have voted for my brother Rahul. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്റെ സഹോദരൻ രാഹുലിന് വേണ്ടി വോട്ട് ചെയ്ത എന്റെ സഹോദരന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും. In him you have recognized
all that is honest, all that is true, and all that is right in Indian politics today. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എന്റെ സഹോദരൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണോ സത്യസന്ധമായിട്ടുള്ളത്, എന്താണോ സത്യമായിട്ടുള്ളത്, എന്താണോ ശരിയായിട്ടുള്ളത്, ധാർമ്മികമായിട്ടുള്ളത്, അതെല്ലാം എന്റെ സഹോദരൻ രാഹുൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. He has walked 4,000 kilometers from Kanyakumari to Kashmir and traveled another 4,000 kilometers from Guwahati to Mumbai to meet you, understand what your issues are, and to fight for democracy and to remind you that this country is united as one. We are one family. We are all sisters and brothers, sons and daughters of this great land called India. അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 4000 കിലോമീറ്റർ നടന്നു. ഗുജറാത്തിൽ നിന്ന് ബോംബെ വരെ അടുത്ത 4000 കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചു. ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ. അതുമാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളോട് ഒരുമിച്ച് നിന്ന് പറയുവാൻ, നമ്മൾ എല്ലാവരും ഒന്നാണ്, നമ്മൾ എല്ലാവരും ഇന്ത്യ എന്ന് പറയുന്ന വലിയ കുടുംബത്തിലെ മക്കളാണ്, മകളാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാനാണ് അദ്ദേഹം ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ചത്. He fights alone against the might of this prime minister and his authoritarian government. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യപരമായ ഗവൺമെന്റിന്റെയും അധികാരത്തിനെതിരെ അദ്ദേഹം ഒറ്റയ്ക്കാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. But he fights fearlessly because he has the force of truth with him. പക്ഷേ അദ്ദേഹം പോരാടുന്നത് ഭയമില്ലാതെയാണ്, ധൈര്യത്തോടെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒപ്പം സത്യത്തിന്റെ ശക്തിയുണ്ട്, സത്യത്തിന്റെ കരുത്തുണ്ട്. I have come here today because he represents you, but also because each one of you represent him and what he stands for. ഞാനും ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? കാരണം അദ്ദേഹം നിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അത് മാത്രമല്ല, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അദ്ദേഹം എന്തിനു വേണ്ടി നിലനിൽക്കുന്നു അതിനെയും നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നു. And I have come here to remind, because each and every one relates to your life, your struggles and your problems, and it will help you to surmount the problems that you face today because of 10 years of Narendra Modi's rule in this country. പ്രകടന പത്രികയിൽ ധാരാളം ഗ്യാരണ്ടികളുണ്ട്. എനിക്ക് 4:45 ഇവിടെ നിന്ന് പോകേണ്ടതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായി പറയാൻ സാധിക്കില്ല. എന്റെ സഹപ്രവർത്തകർ നിങ്ങളോട് വിശദമായി പറയും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഗ്യാരണ്ടികൾക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. Thank you for listening to me. And before I leave, I want to thank you from my holy mouth of his house, whether they have attacked him, called him names, and accused him of all sorts of things which he has not done. He has always known in his heart that he is loved by the people of Wayanad. And that has given him the strength to carry on and given him the courage to keep fighting every day of his life for what is right. നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചതിൽ, എന്നെ കേൾക്കാൻ വന്നതിൽ നിങ്ങളോട് നന്ദിയുണ്ട്. അത് മാത്രമല്ല, ഇത്ര നാൾ എന്റെ സഹോദരന് നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന്, അദ്ദേഹത്തോട് കാണിച്ച കാരുണ്യത്തിന്റെ സ്നേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളായി അദ്ദേഹം ഒരുപാട് അപഹസിക്കപ്പെട്ടിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി തെറ്റിദ്ധാരണജനകമായ വാർത്തകൾ പരത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചപ്പോഴും അദ്ദേഹം പിന്മാറിയില്ല. അദ്ദേഹത്തിന്റെ ധൈര്യം എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങൾ നൽകിയ സ്നേഹമായിരുന്നു, നിങ്ങൾ നൽകിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത്. So from my whole Jai Hind. One more time, Jai Hind. Thank you very much. Welcome. അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ, ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം. എല്ലാം ഒരു കുടക്കീഴിൽ. അനാർക്കലി, സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം. നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ്. സ്കൂൾ ബാഗുകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിംഗ് ബാഗുകൾ,
സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗ്യാരണ്ടി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി, കരുവാരകുണ്ട്, കിഴക്കേതല.